ഐഫോൺ വാങ്ങണോ? വേണ്ട. S25 അൾട്ര അതും വേണ്ട. കാരണം ഇത് രണ്ടും എടുക്കാനുള്ള ബഡ്ജറ്റ് എന്റെയിലില്ല. പിന്നെ ഏതാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ? ഹലോ മോട്ടോ. അതെ, മോട്ടറോള H16 Pro. നല്ലൊരു അൺബോക്സിംഗ് വീഡിയോ എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഫോൺ കയ്യിൽ കിട്ടിയതിന്റെ ആവശ്യത്തിലൊന്നും നടന്നില്ല. പിന്നെ എന്റെ പ്രിയപ്പെട്ട പോക്കോയ്ക്ക് പുതിയൊരു ബാക്ക് കവറൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങി നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കോൾ വിളിക്കുമ്പോൾ കിട്ടാതിരിക്കുക, നെറ്റ്വർക്ക് തോന്നിയ പോലെ പോവുക തുടങ്ങിയ പ്രശ്നങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോക്കോ ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് മോട്ടോയുടെ കാര്യത്തിലേക്ക് വരാം. ഇതോടുകൂടി മൊത്തം 3 EMI ആയി എനിക്ക് മാസം. മോട്ടോയുടെ ക്യാമറ മോഡ്യൂളിൽ ഫോഗിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് പല യൂസേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഫോൺ ബുക്ക് ചെയ്ത ശേഷം ഞാൻ അത്യാവശ്യം പേടിച്ചാണ് ഇരുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഉപയോഗിച്ച ശേഷം ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നാളെ ഉണ്ടോ എന്നറിയില്ല. ഉണ്ടാവുകയാണെങ്കിൽ അറിയിക്കാം. ഫോണിന്റെ റിവ്യൂ നോക്കിയപ്പോൾ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ ബഡ്ജറ്റിനും എൻ്റെ യൂസിനും ഇത് ഓക്കെയാണ്. ഫോണിന്റെ ഡിസൈനും ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് വന്ന ബോക്സിനും പിന്നെ ഫോണിനും ഒക്കെ നല്ലൊരു സ്പ്രേ അടിച്ച പോലത്തെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. എനിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നൽകിയിരുന്നെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.